എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീട്ടിലോട്ട് തിരിച്ചെത്തുന്ന നവീന് ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഒരു വാക്ക് പറയാൻ മേലായിരുന്നോ, ഇങ്ങനെ ഒരു പരിപാടി എന്നോട് ചെയ്യണ്ടായിരുന്നു, ഇങ്ങനൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുമ്പം മുത്തശ്ശനും നവീൻ്റെ അമ്മയും കൂടെ പറയുന്നുണ്ട്, നീ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്താ, അവന്തിക മോള് നല്ല കുട്ടിയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയത്. പിന്നെ പെണ്ണ് കാണാനാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ നീ കൂടെ വരില്ല എന്ന് തോന്നി, അതുകൊണ്ടാണ് എല്ലാം തുറന്ന് പറയാതിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ നവീൻ പറയുന്നുണ്ട്, എനിക്ക് അവളെ ഇഷ്ടമല്ല, പണ്ട് തൊട്ടേ അറിയാവുന്നതാണ്, പക്ഷേ വിവാഹം കഴിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഈ കല്യാണം നടക്കത്തില്ല, ഇതെങ്ങനെയെങ്കിലും നിങ്ങൾ ഒഴിവാക്കി തരണം. അനിയെ ആ കേസിൽ നിന്ന് ഞാൻ രക്ഷിച്ചതിന് ശേഷം എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹവും മതിപ്പും ഒക്കെ ഉണ്ട്, അത് നിങ്ങളായിട്ട് കളഞ്ഞേക്കരുത്. അതുകൂടാതെ അനിയും ആദർശേട്ടനൊക്കെ ആയിട്ട് നല്ലൊരു സൗഹൃദമുണ്ട്. ഈ ഒരു കല്യാണത്തിൻ്റെ പേരിൽ, ഈ കല്യാണം ഇനി വേണ്ടെന്ന് പറയുന്നതിൻ്റെ പേരിൽ ആ ഒരു ബന്ധത്തിനൊന്നും ഒരു കോട്ടവും സംഭവിക്കാതെ നിങ്ങളത് ചെയ്തോണം എന്നൊക്കെ പറയുമ്പോഴേക്കും ദേഷ്യം വരുന്നുണ്ട് നവീൻ്റെ അമ്മയ്ക്ക്. അമ്മ പറയുന്നുണ്ട്, ഈ കല്യാണത്തെ പറ്റി പറഞ്ഞപ്പോൾ നിൻ്റെ അച്ഛനും പോലും ഭയങ്കര സന്തോഷമായിരുന്നു, അനന്തപുരിക്കാരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അത് നല്ല കാര്യമൊക്കെ, പക്ഷേ എൻ്റെ ജീവിതത്തിലേക്ക് അവന്തിക വരുന്നത് എനിക്കിഷ്ടമല്ല, അത് ഞാൻ പറഞ്ഞേക്കാം, അത് നടക്കത്തില്ല എന്ന് തന്നെ നവീൻ പറയുന്നു. അന്നേരം ദേഷ്യപ്പെട്ട അമ്മ അങ്ങ് പോയി കഴിയുമ്പോൾ നവീൻ മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ ഇങ്ങനെ ഒരു ചതി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്ന്. അത് കേൾക്കുമ്പോൾ മുത്തശ്ശന് ഇത്തിരി വിഷമാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കനകയാണ്. കനക നയനയുടെ അടുത്തോട്ട് പോകാൻ തുടങ്ങുവാണ്. അവിടെ ചെന്ന് ആ വേലക്കാരി നല്ലതാണോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യണം, അതിനു വേണ്ടി അങ്ങനെ പോകുന്നു എന്ന് പറയുമ്പോഴേ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഇതുപോലെ ഒരാളെ കണ്ടെത്തിയത്, നീയായിട്ട് പോയി അവരെ പറഞ്ഞു വിട്ടേക്കരുത് എന്ന് പറയുമ്പം അങ്ങനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എൻ്റെ മകളെ നോക്കാനാണ് അവളെ കൊണ്ട് നിർത്തിയേക്കുന്നത്, അന്നേരം അവൾ നല്ലതാണോ എന്ന് ബോധ്യപ്പെടേണ്ട കാര്യം എനിക്കൂടെ ഉണ്ട്, അതിനാണ് ഞാൻ പോകുന്നത് എന്ന് പറയുമ്പം ഗോവിന്ദൻ പറയും, അവരെല്ലാം അന്വേഷിച്ചിട്ടാണ് നിർത്തിയേക്കുന്നത്, നിൻ്റെ ചില സമയത്തെ സംസാരം ആർക്കും ഇഷ്ടപ്പെടുകയില്ല, അതുകൊണ്ട് ആ രീതിയിലൊന്നും സംസാരിച്ചേക്കരുത് എന്ന് പറയും. പക്ഷേ പരീക്ഷിച്ച് ബോധ്യപ്പെട്ടിട്ട് ഞാൻ തിരിച്ചു വരുവുള്ളൂ എന്ന് പറഞ്ഞാണ് കനക അങ്ങോട്ട് പോകുന്നത്. അന്നേരം ഗോവിന്ദൻ പറയും, അവളെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിൻ്റെ മോളെ നോക്കാൻ ആരും കാണില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി നിൽക്കും, അത്രയേ ഉള്ളൂ, അത് നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കനക അങ്ങോട്ട് പോകുന്നത്. ഈ സമയം അവിടെ വീട്ടിൽ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നയനയും ആദർശവും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടുപേർക്കും ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കനക അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അന്നേരം നയന ചോദിക്കും, ഇതെന്താ അമ്മ ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് ഇങ്ങ് പോകുന്നത് എന്ന് ചോദിക്കുമ്പം, നിങ്ങളിവിടെ ഒരു വേലക്കാരിയെ നിർത്തി എന്നറിഞ്ഞു, അതുകൊണ്ട് അവളെ ഒന്ന് കാണാനാണ് വന്നത് എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, അത് വേലക്കാരിയല്ല, ഹോം നേഴ്സാണ് എന്ന്. അന്നേരം കനക പറയുവാണ്, വീട്ടുജോലിക്കല്ലേ വന്നിരിക്കുന്നത്, വീട് നോക്കാനാണ്, അപ്പം ജോലിക്കാരി എന്ന് പറയാം, അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പം അമ്മ പയ്യെ സംസാരിക്കാം, അവർ അടുക്കളയിലുണ്ട് എന്ന് പറയുമ്പോൾ, ഓ ഉണ്ടോ, എങ്കിൽ അവളെ ഒന്ന് എനിക്ക് കാണണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവളുണ്ടാക്കിയതാണ് ഈ ഭക്ഷണമൊക്കെ, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, നല്ല ഭക്ഷണമാണ് എന്ന് പറയും. അന്നേരം എങ്കിൽ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറയും. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ച് നോക്കിയിട്ട് അയ്യേ വായി വയ്ക്കാൻ കൊള്ളില്ല എന്ന് പറയുമ്പം നയന പറയുവാണ്, എനിക്ക് പുളിയും എരിവും ഒക്കെ കുറച്ച് മതി, എൻ്റെ പാകത്തിനാണ് അവരുണ്ടാക്കിയത്, എനിക്കിതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ, ഓ നീ അങ്ങനെയൊക്കെ പറയും, ആദർശമോൻ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും. എന്നിട്ട് ആദർശം പറയും, കുഴപ്പമില്ലമ്മേ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ, ഓ അവളെ വെളുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നതായിരിക്കും, ഏതായാലും അവളെ ഞാനൊന്ന് പോയി കാണട്ടെ, അവൾ എവിടെ നിന്നാണ് പാചകം പഠിച്ചതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞ് അടുക്കളയ്ക്ക് പോവാണേ. അന്നേരം നയന പറയുന്നുണ്ട്, അമ്മ അവിടെ പോയി എന്തെങ്കിലും സംസാരിച്ച് അവർ പോയി കഴിഞ്ഞാൽ ഇനി വേറൊരാൾ കിട്ടില്ല കേട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് നിൽക്കുമെന്ന് പറയും. എന്നിട്ട് നയന ചോദിക്കും, അങ്ങനെ അമ്മ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ കാര്യം ആര് നോക്കും എന്ന് ചോദിക്കുമ്പം കനക പറയുവാണ്, അച്ഛനെ നോക്കാനായിട്ട് അല്ലെങ്കിൽ അച്ഛനൊരു കൂട്ടിനായിട്ട് നമ്മുടെ ബന്ധുക്കളെ ആരെങ്കിലും വിളിച്ചു നിർത്തും, അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, അതൊന്നും ശരിയാകത്തില്ല, അവർ വന്ന് നിന്ന് അമ്മ കൂടെ ഉള്ളതുപോലെ ആകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ കുറ്റിയും പറിച്ച് നേരെ കനക അടുക്കളയിലേക്ക് പോവാണ്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എലിസബത്ത് ആൻറ്റി പോയി കഴിഞ്ഞാൽ അതുപോലെ ഒരാളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, നിൻ്റെ അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ആകെ വിഷമമാകുന്നുണ്ട്. ഏതായാലും അടുക്കളയിൽ ചെന്നിട്ട് എലിസബത്ത് അവിടെയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരം ചോദിക്കുന്നുണ്ട്, നീ എവിടുന്നാണ് ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചത്, നീ പാചകം പഠിച്ചത് എവിടുന്നാ എന്നൊക്കെ ചോദിക്കുമ്പം എലിസബത്ത് പറയുന്നുണ്ട്, ഞാൻ എവിടുന്ന് പഠിച്ചാലും നിങ്ങൾക്ക് എന്താ, നിങ്ങൾ ആരാ ഇതൊക്കെ ചോദിക്കാൻ എന്ന് ചോദിക്കുമ്പം, നയനയുടെ അമ്മയാ ഞാൻ എന്ന് പറയും. അന്നേരം അവർ പറയുന്നുണ്ട്, അമ്മയാണെങ്കിൽ അമ്മയായിട്ട് നിന്നാൽ അതിൻ്റെ ബഹുമാനം കിട്ടും, അല്ലാതെ എൻ്റെ തലയിൽ കയറാൻ വരണ്ട, ഏതായാലും പിള്ളേർക്ക് രണ്ടുപേർക്കും എൻ്റെ ഭക്ഷണം ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്, വേറെ ആരെയും എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പറയുമ്പം കനക പറയുവാണ്, ആഹാ അവരെ മാത്രം ബോധ്യപ്പെടുത്താൻ പോരല്ലോ നീ, എന്നെയും കൂടെ ബോധ്യപ്പെടുത്തണം എന്ന് പറയും. അന്നേരം അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും.
അന്നേരം ഇതിനിടയ്ക്ക് നീയെന്നും എടിയെന്നൊക്കെ വിളിക്കുന്നത് എലിസബത്തിന് ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം എലിസബത്ത് പറയുന്നുണ്ട്, എന്നെ അങ്ങനെ വിളിക്കരുത്, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് എലിസബത്ത് തുറന്ന് പറയുന്നുണ്ട്. അന്നേരം ഇത് കേട്ടുകൊണ്ട് നയന അങ്ങോട്ട് വരുന്നു. എന്നിട്ട് നയന പറയും, അമ്മയ്ക്ക് എന്തിൻ്റെ കേടാ, എനിക്കൊരു പ്രശ്നവും ഇല്ല ഇവിടെ, ഈ ഉണ്ടാക്കി തന്ന ഭക്ഷണമൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു, പിന്നെ ആവശ്യമില്ലാതെ അമ്മ ബഹളം വെക്കേണ്ട കാര്യം എന്താ എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം അവൾക്ക് ഞാൻ എടീന്ന് വിളിച്ച് ഇഷ്ടപ്പെട്ടില്ല എന്ന്, അത്രയ്ക്ക് അഹങ്കാരം കൊള്ളില്ലല്ലോ എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, എലിസബത്ത് ആൻറ്റി ഇവിടുത്തെ ഹോം നേഴ്സാണ്, അന്നേരം ആ ബഹുമാനം അമ്മ കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ, ഓ എന്നാൽ നിൻ്റെ പേര് പറ എന്താ എന്ന് ചോദിക്കും. എലിസബത്ത് എന്ന് പറയുമ്പം കനക പറയുവാണ്, എങ്കിൽ ഞാൻ ഇനി തൊട്ട് എലീന്നേ വിളിക്കുള്ളൂ എന്ന്. അവർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അന്നേരം നയന പറയും, ചേച്ചി പൊയ്ക്കോ, ഈ പാത്രമൊക്കെ ഞാൻ കഴുകിക്കോളാം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവരെ അങ്ങ് പറഞ്ഞു വിടും. അന്നേരം കനക ചോദിക്കും, നീ എന്തിനാ അവരെ പറഞ്ഞു വിട്ടിട്ട് ഈ ജോലിയൊക്കെ ചെയ്യുന്നത്, അവരിവിടുത്തെ ജോലിക്കാരിയല്ലേ, അവർ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ, അമ്മയ്ക്ക് എന്നതിൻ്റെ സൂക്കേടാ, ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കാവോ, വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞ് നയനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നയന ആദർശനോട് വന്ന് പറയുന്നുണ്ട്, ആദർശേട്ടാ ഇങ്ങനെ പോവുകയാണെങ്കിൽ അമ്മ ആ എലിസബത്ത് ആൻറ്റി ഇവിടുന്ന് പറഞ്ഞു വിടും കേട്ടോ, ആ രീതിയിൽ അമ്മയുടെ പെരുമാറ്റം എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, ആൻറ്റിയെ പറഞ്ഞു വിടുന്നതിന് പകരം നീ നിൻ്റെ അമ്മയെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്ക്. ദാമോദരനാണ് എലിസബത്ത് ആൻറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ, അവർ നല്ല നല്ല വീടുകളിലാണ് ഇതുവരെ ജോലിക്ക് നിന്നത്, ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരാളാണ് ആൻറ്റി, അതുകൊണ്ട് തന്നെ ആൻറ്റീനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റത്തില്ല. നിൻ്റെ അമ്മ എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ട അവസ്ഥ ഉണ്ടാകും, അതുകൊണ്ട് നീ അമ്മയോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ എന്ന് ആദർശ് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന അനിയാണ്. അനിയെ വിളിച്ച് നവീൻ ആകെ സങ്കടം പറയുന്നുണ്ട്. അവന്തികയെ പെണ്ണ് കാണാൻ പോയ ആ സംഭവം പറയുന്നു. ഭയങ്കര സന്തോഷമാകുന്നു അനിക്ക്, അങ്ങനെയെങ്കിലും നവീൻ ഒഴിവായി പോകുമല്ലോ എന്നോർത്ത്. അനി പറയുന്നുണ്ട്, എടാ അവൾ നല്ല പെൺകുട്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ, ഓ നീ എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട, എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് അവളുടെ അമ്മയുടെയും ആങ്ങളുടെയും സ്വഭാവം എനിക്കറിയാം, അതുകൊണ്ട് തന്നെ എനിക്ക് ആ ബന്ധത്തിലൊട്ടും താല്പര്യമില്ല. അല്ലെങ്കിൽ തന്നെ നിനക്കറിയാലോ എല്ലാം, എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വരുന്നുണ്ടെങ്കിൽ അത് നന്ദു മാത്രമായിരിക്കും, അവളുടെ കുടുംബമായിട്ട് മാത്രം എനിക്കൊരു ബന്ധം മതി, അല്ലാതെ വേറെ ഒരു ബന്ധവും എനിക്ക് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ അനി അതിൻ്റെ ഇടയ്ക്കൂടെ കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ഇട്ട് നോക്കുന്നുണ്ട്. ഓ ഞങ്ങളുമായിട്ടൊരു ബന്ധത്തിന് നിനക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അങ്ങനെയാണോ നിനക്ക് മനസ്സിലായത് എന്നൊക്കെ ചോദിച്ച് നവീനും ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് പറയുമോ, എടാ എങ്ങനെയെങ്കിലും ഈ കുരുക്കിൽ നിന്ന് നീ എന്നെ ഒന്ന് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞ് കാല് പിടിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അനി ഞാനൊന്ന് ശ്രമിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഫോം വയ്ക്കുവാണേ. അങ്ങനെ പറയുന്ന അനി ഒരു കമ്മലൊക്കെ ഗിഫ്റ്റ് മേടിച്ചുകൊണ്ടാണ് വീട്ടോട്ട് വരുന്നത്. എന്നിട്ട് അവന്തികയുടെ കയ്യിലോട്ട് അത് കൊടുക്കും. അന്നേരം ഇതെന്താ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ MD ആയിട്ട് നിനക്ക് സമ്മാനമൊന്നും തന്നില്ലല്ലോ, അതുകൊണ്ട് ഞാനിത് കൊണ്ടുവന്നതായെന്ന് പറയും. അത് തുറന്നു നോക്കുമ്പോൾ 2 ജിംക്കയാട്ടോ. അന്നേരം മനസ്സിൽ ഓർക്കുവാണ് അവന്തിക, ഓ എൻ്റെ അച്ഛൻ എനിക്ക് ഡയമണ്ട് മാലയും സാധനങ്ങളൊക്കെ മേടിച്ച് തരുന്നത്, അന്നേരമാണ് 2 ഉണക്ക കമ്മൽ എന്നിങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് അവന്തിക. എന്നാലും അത് പുറത്ത് കാണിക്കുന്നൊന്നുമില്ല, അഭിനയിച്ച് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അനിയും ചോദിക്കും, ഇന്നിവിടെ ഒരു പെണ്ണ് കാണൽ നടന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു, എങ്ങനെയാ നിനക്ക് ഇഷ്ടപ്പെട്ടോ നവീനെ എന്ന് ചോദിക്കുമ്പം, എനിക്ക് നവീനേട്ടനെ പണ്ടേ ഇഷ്ടമാണ് എന്ന് പറയുവാണ്. അന്നേരം അനി പറയുന്നുണ്ട്, അവനെ വിട്ട് കളഞ്ഞേക്കരുത്, അങ്ങനെ ഒരു ആളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത്രയ്ക്ക് സ്മാർട്ടും നല്ല സ്വഭാവമുള്ളവനുമാണ് നവീൻ എന്നൊക്കെ പറയുന്നു. അന്നേരം അവന്തിക പറയുന്നുണ്ട്, എന്തോ നവീനേട്ടന് ഈ ഒരു ആലോചന കൊണ്ടുവന്ന് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നി, മുഖത്ത് അങ്ങനെ ഒരു ഭാവമായിരുന്നു എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, അവൻ അങ്ങനെയാണ്, എപ്പോഴും സീരിയസ് ആയിരിക്കും, കാരണം എപ്പോഴും കേസും കോടതിയൊക്കെയാണ് അവൻ്റെ മനസ്സിൽ, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ സംസാരിച്ചത് റെഡിയാക്കിക്കോളാം, നീ അവനെ ഇടയ്ക്ക് വിളിച്ച് ബാക്കിയൊന്ന് സെറ്റാക്കിയാൽ മതി, ഇതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല, മിക്കവാറും അവന് നിന്നെ ഇഷ്ടമായിരിക്കും എന്നൊക്കെ പറയുന്നു. എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അനി അകത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നെയും ആ കമ്മലെടുത്ത് നോക്കിയിട്ട് പുച്ഛമാണ് അവന്തികയ്ക്ക്, ഉണക്ക കമ്മൽ എന്നുള്ള രീതിയിൽ അതെടുത്ത് നോക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ ഇങ്ങനൊരു പെണ്ണ് കാണൽ നടന്ന കാര്യം നന്ദു അറിയുന്നു. നന്ദു നവീനെ വിളിച്ച് കൺഗ്രാറ്റ്സ് പറയുമ്പം നവീന് ഭയങ്കര ദേഷ്യമാണ്. പിന്നെ ആ ബന്ധം നടക്കത്തൊന്നുമില്ല, എനിക്ക് താല്പര്യമില്ല, അവളുടെ അമ്മയുടെയും ആങ്ങളുടെയൊക്കെ സ്വഭാവം നിനക്ക് അറിയത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, അങ്ങനത്തെ സ്വഭാവമൊന്നും അവന്തികയ്ക്കില്ല, അവളൊരു നല്ല പെൺകുട്ടിയാണ് എന്ന് പറയും. അന്നേരം നവീൻ ചോദിക്കുക, ഇങ്ങനൊരു ആലോചന നടന്നു എന്നറിഞ്ഞിട്ട് നന്ദുവിന് വിഷമമൊന്നും ഇല്ലേ എന്ന്. അത് ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല അവരുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് എന്ന് പറയുമ്പോൾ, അവരുടെ സ്വഭാവം ഒന്നും നവീനേട്ടൻ അറിയേണ്ട കാര്യമില്ല, അവന്തിക നവീനേട്ടൻ്റെ കൂടെയല്ലേ ജീവിക്കുന്നത്, അവളുടെ സ്വഭാവം നോക്കിയ പോലെ, ഏതായാലും ഇത് നല്ലൊരു ബന്ധമാണ്, കൈവിട്ട് കളഞ്ഞേക്കരുത്, ഇത് തന്നെ നടക്കട്ടെ, നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഫോം വയ്ക്കുവാണ് നന്ദു. അന്നേരം ആകെ വിഷമിച്ച് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന നവീനെ കാണിക്കുന്നുണ്ട്. പിന്നെയും കാണിക്കുന്നത് കനകയാണ്.
കനകയാണ്. കനകയുടെ പരീക്ഷണങ്ങളൊന്നും തീർന്നിട്ടില്ല. കനക ഒരു കമ്മലിൻ്റെ മുട്ട് കൊണ്ട് അടുക്കളയിൽ ഫ്ലോറിൽ കൊണ്ട് വയ്ക്കുവാണേ. അന്നേരം തൂത്ത് വാരിക്കൊണ്ട് വരുമ്പം ഈ കമ്മൽ കാണുമ്പോൾ എലിസബത്ത് എന്ത് ചെയ്യും എന്നറിയണം. അടിച്ചു മാറ്റുമോ അതോ സത്യസന്ധമായിട്ട് അവരെ കൊണ്ട് കൊടുക്കുമോ എന്നൊക്കെ അറിയണം. അതിന് വേണ്ടി അത് അവിടെ കൊണ്ട് വെച്ചിട്ട് മാറി നിൽക്കുന്നു. അകമൊക്കെ തൂത്തുവാരി അടുക്കളയിലേക്ക് തൂത്തുകൊണ്ട് എത്തുന്നുണ്ട് എലിസബത്ത്. അന്നേരം കമ്മലിൻ്റെ അടുത്ത് വരെ എത്തുന്നുണ്ട്. എത്തി നോക്കി എന്താണ് എലിസബത്ത് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി എത്തി നോക്കി നിൽക്കുന്ന കനകയും കാണിക്കുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.